ഇനി എല്ലാവരും വെക്കോ, നാളെ കാണാം. വണ്ടി എവിടെയെങ്കിലും കൊണ്ടൊന്ന് പാർക്ക് ചെയ്തേരെ. വെക്കോ. കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞാവായിട്ടുള്ള ചെറുക്കനെ മുമ്പിൽ നിൽക്കുന്നല്ലേ? ഇതാരത്? എന്താ ഇവിടെ? ആ ഞാൻ പറയാം, സിനിമാറ്റിക് ഡാൻസർ ആണല്ലേ? അല്ലേ? സിനിമാറ്റിക് ഡാൻസ് അല്ല, നീന്തൽ പഠിപ്പിക്കാൻ വന്നാ. നീന്തലല്ല, മിമിക്രിയ. സത്യം മാഷ്. ആ ഫിഗർ ചെയ്യാൻ വന്നായിരുന്നു. അതെ അതെ അതെ. Shut up. ഞാൻ എച്ചെടുക്കാൻ വന്നാണ്. എച്ചിലെടുക്കാൻ വന്നാണ്. ആ അടുക്കള പുറത്തെ ഒരുപാട് എല്ലും കഷ്ണവും. പോത്തിന്റെ തൊലി എടുക്കുവോ? പോത്തിന്റെ തൊലി എടുക്കുവോ? എന്താണ് ഈ പറയുന്നത്? അല്ല, എച്ചിലെടുക്കാൻ വന്നാന്ന് പറഞ്ഞേ. എച്ചിലോ? ഞാൻ എച്ചിലെടുക്കാൻ വന്നല്ല, എച്ചെടുക്കാൻ വന്നാണ്. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലെ മാഷാണ്. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഞാനേ പറയാൻ മറന്നു പോയതാ. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്ന മാഷാണ്. സോറി സർ. സോണി സാർ അല്ല, സോമൻ സാർ. സോമൻ സാർ. ഞാൻ ഓർത്തില്ലായിരുന്നു, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നാണല്ലേ? തോർത്തില്ല, ടർക്കി മേടിക്കും. തോർത്തില്ലെന്ന് എന്നെ വിളിച്ചു വരുത്തിയിട്ട് തോർത്തില്ലെന്ന്. അല്ല, അത് കുട്ടിക്കാരി ഓർത്തില്ലെന്ന് പറഞ്ഞാണ്. എന്തായാലും അല്ല, സാറ് നേരത്തെ വരുമെന്ന് പറഞ്ഞല്ലേ, എന്താ ഇത്രയും ലേറ്റ് ആയേ? ഞാൻ വരാൻ താമസിച്ചത് ഒരു കാര്യം ഉണ്ടായി. ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു കാറിലേ. ഞാൻ ഇങ്ങോട്ട് കാറിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ ഒരു വാഹനം എന്നെ ഓവർടേക്ക് ചെയ്ത് ഒരു ശരം വിട്ട പോലെ ഒരൊറ്റപ്പോക്ക്. ഞാൻ വിടുവോ? ഞാൻ പുറകെ വെച്ച് പിടിച്ചു. എന്നിട്ട് അവന് നേരെ വന്നിട്ട് ചോദിച്ചു, നീ ആരെ കൊല്ലാൻ പോവാടാന്ന് ചോദിച്ചപ്പോ അവൻ എന്നോട് ഇതൊക്കെ ചോദിക്കാം, നീ ആരാടാന്ന്. തർക്കുത്ര വല്ലാതെ ഞാൻ വിടുവോ? വെച്ച് വിട്ടു. അവന്റെ മുമ്പിൽ കയറി വിട്ടു. അവൻ എന്റെ മുന്നിൽ വീണ്ടും കയറി. അപ്പൊ ഞാൻ വാശിയായി. ഭയങ്കര റേസിംഗ് ചെയ്ത് ഞാൻ അവന്റെ മുമ്പിലേക്ക് വണ്ടി വളച്ചങ്ങ് നിർത്തി. നിർത്തിയിട്ട് ഇറങ്ങി പാടാന്ന് ഇങ്ങോട്ട് പറയുമ്പോ പുറകിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പാടാന്ന്. പോലീസ് എന്നെ പൊക്കി. പോലീസ് ഒക്കെ എന്തിനാന്നോ? കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഹൃദയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു രോഗിക്ക് കൊണ്ടുപോയ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ കിടന്നാണ് ഞാൻ ഈ സർക്കസ് കാണിച്ചത്. അപ്പൊ പിന്നെ പോലീസ് പിടിക്കത്തില്ലേ? അതിനായിരുന്നു എന്നെ പോലീസ് പിടിച്ചത്. അങ്ങനെയാണ് ഞാൻ വരാൻ താമസിച്ചത്. അല്ല സാറേ, ഈ ഡ്രൈവിംഗ് പഠിക്കാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നല്ല പാടാണ്. പക്ഷെ അതിനേക്കാൾ പാടാണ് ഈ ലൈസൻസ് എടുക്കുന്നത്. ഭയങ്കര പാടാ. ഞാൻ എത്ര തവണ ട്രൈ ചെയ്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. ലൈസൻസ് എടുക്കാതെയാണ് ഇത് പഠിപ്പിക്കാൻ വന്നേക്കണേ. ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ലേണേഴ്സ് എഴുതണ്ടേ? ലേണേഴ്സ് പാസ്സാകണം. അപ്പൊ അതും ഇല്ലേ? അപ്പൊ ലേണേഴ്സ് എഴുതിയിട്ടില്ലേ? ലേണേഴ്സ് പരീക്ഷ എഴുതി. പരീക്ഷ എഴുതിയപ്പോഴും പൊക്കി. എങ്ങനെ? തുണ്ട് വെച്ച് കോപ്പി അടിച്ചു. അത് കയ്യോടെ പിടിച്ചു. 5 വർഷത്തേക്ക് ഡിവാർ ചെയ്തു. പിന്നെ അങ്ങനെ ലൈസൻസ് കിട്ടും. അതെ അശ്വതി, വേറെ സംഭവം അറിയാമോ സാറേ? ഇപ്പൊ ഭയങ്കര നിയമം കർശനമാക്കിയേക്കാണ്. ലൈസൻസ് ഒന്നും ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. അതെനിക്കറിയാം. അത് കഴിഞ്ഞ പൂജ ദിവസം എനിക്കത് മനസ്സിലായി. ഈ പൂജ ദിവസം, പൂജ വെപ്പിന്റെ അന്ന് ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചിങ്ങനെ വരികയായിരുന്നു. ജംഗ്ഷനിൽ വെച്ച് എന്നെ വെഹിക്കിൾ പൊക്കി. ഹെൽമെറ്റ് ഇല്ലാതെയാണോ മാഷെ വണ്ടി ഓടിക്കുന്നെന്നും പറഞ്ഞ് എനിക്ക് ചെറിയൊരു ശിക്ഷ തന്നു. എന്നെ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കില്ല എന്ന് അരിയിൽ എന്നെ കൊണ്ട് എംബോസിഷൻ എഴുതിപ്പിച്ചു. അതൊരു അടിപൊളി നടപടിയായി പോയി. അല്ലെങ്കിലും അതിന്റെ കാര്യമൊന്നുമില്ല. അന്ന് ഈ പൂജ ദിവസേ പിള്ളേരെ കൊണ്ട് ഒരു പ്ലേറ്റിൽ ഒരു ഇച്ചിരി അരി ഇട്ടിട്ട് എഴുതിപ്പിക്കാന്ന് പറയുന്ന ഒരു രീതിയാണല്ലോ. അതുകൊണ്ടായിരിക്കും അന്ന് പണിഷ്മെന്റും അങ്ങനെ തന്നെ തന്നത്. അത് പ്ലേറ്റിൽ. ഇത് 2 ചാക്ക് അരിയിൽ, അതും നാറിയ റേഷനറിയിലാണ് 2 ദിവസം കൊണ്ട് എന്നെ ഇരുത്തി എഴുതിച്ചത്. 2 ദിവസം എന്നെ ഇരുത്തി എഴുതിച്ചു. ഓരോ അരിമണിയിലും എഴുതിച്ചു 2 ചാക്ക് അരിയിൽ എന്നെ എഴുതിച്ചു. എന്റെ വിരലെല്ലാം തേഞ്ഞു. അത് മാത്രമാണോ? സ്കൂളിന്റെ പടി പോലും കാണാത്ത എന്നെ 3 ദിവസം ഒരു മുറിയിൽ അടച്ചിട്ട് തന്നെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അത് ചിലപ്പേ ബോധമില്ലാതെ വണ്ടി ഓടിച്ചു കാണും. ഞാൻ കള്ളു കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി? ശരി, കള്ളു കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്. കള്ളു കുടിച്ച് ബോധമില്ലാതെ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചാന്ന് ഈ പുള്ളിക്ക് എങ്ങനെ മനസ്സിലായതേ? എന്റെ മാഷെ, ഞാൻ ഒരു കാര്യം പറയട്ടെ? ചോദിച്ചട്ടെ. ഒന്നാമത് ഈ ഓവർ സ്പീഡിൽ പോകുന്നത്, മദ്യപിക്കുന്നത് തെറ്റാണ്. വണ്ടി ഓടിക്കും മദ്യപിച്ചിട്ട്. അതിലൂടെ ഓവർ സ്പീഡ് ഓടായി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകത്തില്ലേ? അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ സ്പീഡിൽ പോയത്. അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ വേണ്ടിയല്ലേ ഞാൻ ഈ ഓവർ സ്പീഡിൽ വീട്ടിൽ വിട്ടുപോയത്. സ്ലോയിലെങ്ങാനും പോയാൽ എവിടെ വെച്ചാൽ അപകടം ഉണ്ടാകുന്ന അറിയില്ലല്ലോ. സ്പീഡിൽ പോയാൽ പെട്ടെന്ന് വീട്ടിൽ ചെല്ലാം അപകടത്തിന് മുമ്പ്. അതിനാണ് അങ്ങനെ ഓടിച്ചത്. പിന്നെ അശ്വതി 4 വീലർ ലൈസൻസ് ആണോ വേണ്ടത്? 2 വീലർ പഠിക്കാനോ? എനിക്ക് രണ്ടും വേണം. അങ്ങനാണെങ്കിൽ 8 എടുക്കേണ്ടി വരും. 8 എടുക്കാൻ ഭയങ്കര പാടാ. 8 എടുക്കാൻ ഭയങ്കര പാടാ. എച്ചിനേക്കാളും പാടാ 8 എടുക്കാനാ. അങ്ങനെ ഒരു സാധനം പഠിക്കുന്നതിന് മുമ്പ് എല്ലാം പാടായിരിക്കും. ആണോ? ഇയാൾ അതിന് മുമ്പ് അത് കയറി അങ്ങ് നിർണ്ണയിക്കണ്ട. അത് പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 8 എടുക്കാൻ പാടാണെന്ന് ഇയാളങ്ങ് പറഞ്ഞാൽ മതിയോ? പാപ്പിച്ചാൻ വന്നേക്കുന്നു ഒരു പാപ്പിച്ചായ.
അങ്ങനെയാണെങ്കിൽ തനിക്ക് പാടാണെങ്കിൽ താൻ 8 2 ഇട്, 4 4 വെച്ചിട് തനിക്ക്. ഞാൻ ആ കുട്ടിയെ 8 ഒന്നിച്ചെടുപ്പിച്ചോളാം കേട്ടോ. ഞാൻ പഠിപ്പിച്ചോളാം, എന്നെ ഇവിടെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ആയിക്കോട്ടെ സാറേ. ആ അതെ, ആ ഒരു സൈക്കിൾ ബാലൻസ് എങ്കിലും ഉള്ള ആളാണോ? സൈക്കിൾ ബാലൻസ് എങ്കിലും ഇല്ല. ഇല്ല. ബാങ്ക് ബാലൻസ്? ആ അതുണ്ട്. ഓ സമാധാനമായി. അല്ല, എന്തിന് ബാങ്ക് ബാലൻസ് ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കണേ? ഒരു 1956 വെറ്റി വന്ന് കിടപ്പുണ്ട്, ഇയാൾ വന്ന് അടയ്ക്കൂ. ആ അങ്ങനെയാണെങ്കിൽ അത് ഓക്കെയാ. അല്ല സാറേ, എന്നെ ഏത് വണ്ടിയിലാ പഠിപ്പിക്കാൻ പോകുന്നത്? ഞാനോ? ആ സാറ് തന്നെ. അല്ല തരാം, സാറിലെ ഇപ്പൊ പഠിപ്പിക്കാൻ വന്ന ഇവിടെ. അതാ ഞാനോ? ആ എന്നെ ഏത് വണ്ടിയിലാ സാറ് പഠിപ്പിക്കുന്നതെന്ന്? സാർ എന്ത് വർത്താനേ പറയണേ? ആ. സാറാ കുട്ടീനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നല്ലേ? ഞാനോ? സംശയമാണോ നിങ്ങൾ തന്നെയാണോ പഠിപ്പിക്കുന്നത്? നിങ്ങളല്ലേ ആദ്യം വന്ന് പറഞ്ഞത് നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതെന്ന്. പിന്നെ ഞാനോ ഞാൻ ചോദിച്ചോണ്ടിരുന്നല്ലോ. തന്നെ. ആ അതൊക്കെ ഏത് വണ്ടിയിലാണെന്ന് ചോദിച്ചത്. ഞാനോ? നിങ്ങളാ പഠിപ്പിക്കേണ്ടതെന്ന്. ആ അത് ഏത് വണ്ടിയാണെന്നാ ചോദിക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞു. ഞാനോ? പിന്നെ ഞങ്ങളാണോ പഠിപ്പിക്കുന്നത്? എന്നിട്ട് ഞങ്ങളാണോ നിങ്ങളല്ല, പഠിപ്പിക്കുന്നത്? നിങ്ങളല്ല, ഞാനാണ് പഠിപ്പിക്കേണ്ടത്. ആ അതാ അതാണ് ഏത് ഏത് വണ്ടിയിലാണെന്ന് ചോദിച്ചത്. വണ്ടിയാന്ന് പറയൂ. ഞാനോ? പിന്നെ സംശയം നിൽക്കുന്നത് എന്തിനാണ്? നിങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത്. അത് ഏത് വണ്ടിയാണെന്നല്ല ചോദിക്കുന്നത്. എന്റെ പൊന്ന സഹോദരങ്ങളെ, ഒരു മൂട്ടയുടെ ഷേപ്പിലുള്ള ഒരു വണ്ടി ഇപ്പൊ ഇറങ്ങിയിട്ടില്ലേ? ഞാനോ? ഓ നാനോ. ഞാനോ? ഓ എന്റെ സാറേ, അത് ഞാനോ അല്ല, നാനോ. ആ നാനോ. അതൊരു മാസികയല്ലേ? അത് അത് ഞാനാ. നാനാ. അതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. ആ നാനോയിലാണ് പഠിപ്പിക്കുന്നത്. ആ അതാ ആ, ചോദിച്ചത്. അതെ 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 അതെ, ആ കാറിലാണ്. ആ ഓക്കെ, എന്തായാലും എന്നാ നമുക്ക് ഐശ്വര്യമായിട്ട് ക്ലാസ് തുടങ്ങാം. അയ്യോ ഇന്ന് പറ്റത്തില്ല. അതെന്ത് പറ്റത്തില്ല? അത് പഠിപ്പിക്കാൻ വേണ്ടി വന്നല്ലേ? അല്ല, ഒരു ചെറിയ വിഷയമുണ്ട്. ഇന്ന് എനിക്കൊരു പ്രതിഷേധ പ്രകടനമുണ്ട്. എവിടെ? പ്രതിഷേധം. അത് ആ, എന്തിനാണ്? പ്രതിഷേധ പ്രകടനം. കഴിഞ്ഞ മാസം ഞാൻ കിഴക്കോക്കോട്ടയിൽ നിന്ന് തമ്പാനൂർ വരെ കണ്ണ് കെട്ടി കാർ ഓടിച്ചിരുന്നു. അത്യാവശ്യമാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ ഇത്? ഇല്ല, അറിഞ്ഞില്ല. കണ്ടു കെട്ടി കാർ ഓടിച്ചു. അടിപൊളി. ആ പത്രത്തിൽ ചാനലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞ വിഷയമാണ്. അശ്വതിയുടെ ഭാഗ്യമായിട്ടോ ഇതുപോലത്തെ ഒരു മാറ്റം കിട്ടിയത്. ആ, ശരി കേട്ടാ. കണ്ണ് കെട്ടി കാർ ഓടിച്ച എല്ലാം നിങ്ങളാരും ഇതറിഞ്ഞില്ല. ഇല്ല, ഞാൻ സോറി കേട്ടോ, അറിഞ്ഞില്ല. വലിയ സിനിമാ നടന്മാര് പത്രമൊന്നും വായിക്കില്ല. അതാണ് ഈ സംസാരിച്ചപ്പോ മിസ്റ്റേക്ക് വന്നത്. അതല്ലേ? ഞാനിങ്ങനെ കിഴക്കോട്ടയിൽ നിന്ന് തമ്പാനു വരെ കാർ ഓടിച്ചു. ആ അത് കണ്ണ് കെട്ടി. ആ കണ്ണ് കെട്ടി കാർ ഇങ്ങനെ ഓടിച്ച് ഏകദേശം ഒരു 21, 23, 25 ആ 25 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചു. അല്ല, അത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് സംഘാടകർ പറഞ്ഞ് നിർത്തിക്കോളാൻ പറഞ്ഞു. ഓ, എന്നാലും എന്താ അത്രയും കിലോമീറ്റർ ഓടിച്ചില്ലേ? 15 കിലോമീറ്റർ. 25 കിലോമീറ്റർ ഓടിച്ചു. അത് നിസ്സാര സംഭവമല്ല, അത് കണ്ണു കെട്ടി ഓടിച്ചു. അതെ, കണ്ണ് കെട്ടി. നിങ്ങൾ ഇത് ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? അല്ല, നിങ്ങൾ നിങ്ങളുടെ കണ്ണ് കാര്യം കെട്ടി പറഞ്ഞ കാര്യമല്ലേ? 25 കിലോമീറ്റർ. 25 കിലോമീറ്റർ കണ്ണ് കെട്ടി കാർ ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ ഏകദേശം ഒരു കിലോമീറ്റർ കണ്ണ് കെട്ടി ഓടിച്ചു കാണും. അപ്പോഴത്തേന് സംഘാടകർ പറയുന്നു, 25 പേരെ നിങ്ങൾ ഇടിച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് നിർത്തിക്കോലാണ്. പോലീസ് അവിടെ നിൽപ്പുണ്ട്. അന്ന് എന്റെ കാറും എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിട്ടത്. അപ്പൊ ആ കാറ് കിട്ടുവാണെങ്കിൽ ഞാൻ നാളെ തന്നെ നമുക്ക് തുടങ്ങാം. പിന്നെ ഇതിന്റെ പ്രതിഷേധ പ്രകടനമായിട്ട് ഇന്ന് കിഴക്കോട്ടയിൽ നിന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ വരെ ഞാൻ കണ്ണ് കെട്ടി ബൈക്ക് ഓടിക്കുന്നുണ്ട്. ഈ ബൈക്കിന്റെ അവിടെ വെക്കണം. അത് ബൈക്കിലൂടെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. ഇല്ലല്ല സൂക്ഷിക്കണം. ഇല്ലില്ല, പിന്നെ ഇതെന്റെ പ്രതിഷേധമാണ്. ആ അപ്പൊ എന്നെ ഞാൻ നിരപരാധിയാന്ന് എനിക്ക് തെളിയിക്കണ്ടേ? അത് തെളിയിക്കണം. അപ്പൊ ശരി, അപ്പൊ കാറ് കിട്ടിയാൽ നാളെ തന്നെ നാളെ ക്ലാസ് തുടങ്ങാം. തുടങ്ങാം. വലിയ ഉപകാരം. ശരി കേട്ടോ, നിങ്ങളുടെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി ഇഷ്ടമാട്ടോ. അപ്പൊ ശരി, ഓക്കെ, സീ യു. ICU. എന്താ പറഞ്ഞു? ICU. വലിയ കോമഡി ആർട്ടിസ്റ്റ്, സിനിമ നടൻ ഒരാള് സിയു എന്ന് പറഞ്ഞപ്പോ പ്രതികരിച്ച കേട്ടില്ലേ? അതെ. ICU. എന്താണ് മിസ്റ്റർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, അത് ഞാൻ എനിക്ക് അറിയാൻ വേണ്ടി വേണ്ട, 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 അല്ലല്ല, മനസ്സിലായി, അറിയാൻ വേണ്ടിട്ട് സംസാരിച്ചല്ല. അറിയാമോ? പിന്നെ അല്ലാതെ. അല്ല, ഈ കണ്ണ് കെട്ടി ബൈക്ക് ഓടിക്കാൻ പോവല്ലേ, അതെ അതെ, ICUലോട്ട് വിട്ടതാ. മനസ്സിലായില്ലേ? ആ കളിയാക്കിയതാണല്ലേ? ആ, അങ്ങനെ. ഇനി IC വെച്ച് കാണാമെന്ന് അതെ, കളിയാക്കിയതാണ്. അങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ ബിനുമോൻ ആ. ഒന്ന് ഇവിടെ വരൂ. അയ്യോ, എന്നെ ഇനി കണ്ണ് കെട്ടി ബൈക്ക് ഓടിപ്പിക്കാൻ പോവാണോ? ICU വെച്ച് കാണാവടാ. ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഗ്ലാസ് ഒന്ന് മാറി. അപ്പൊ ഞാന് ഏത് വണ്ടിയല്ല, എന്നെ ആ സീറ്റിലൊന്ന് കൊണ്ടിരുത്തിയേ. എന്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ എന്നെ ഒന്ന് ഇരുത്തിയേ.